സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ കുറച്ച് കമൻറ്റുകൾ ഇട്ടായിരുന്നു. ബങ്കർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേൽ സുരക്ഷിതമായിട്ട് കിടക്കുന്നത്. ഞാൻ കിടക്കുന്ന സ്ഥലം കാണിച്ചു തരാം. അവിടെ ഇതാ കാണാം. ഇതാ ആദ്യം ഇതിങ്ങനെ കാണുക. ഓക്കെ, എന്നിട്ട് എൻ്റെ കൂടെ വരെ ഇങ്ങനെ ക്യാമറ കൊണ്ടുപോകും. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഇതാ ഇതാണ്ട് എൻ്റെ റൂം തുറന്ന് ഇപ്പോഴേ കിടക്കുക. ഓക്കെ, കണ്ട ഇസ്രായേൽ എൻ്റെ ബങ്കറാണ്. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന റൂം. ഇവിടെ കിടക്കൂടെ പോയാൽ ഇതാ കണ്ട എൻ്റെ റൂമാണ്. എനിക്കുള്ളത് എൻ്റെ കയ്യിലുള്ള ഒരു പെട്ടകം പാത്രം, ബൈബിള്. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് തുറന്ന് കാണിച്ചു തരാം. എന്നാ കാണണോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഇവിടെ യുദ്ധം നടക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങുന്നത്. ഇസ്രായേൽ സുരക്ഷിതമാണോ? ഇസ്രായേൽ സുരക്ഷിതമാണ്. ചിലവർ പറയും ബങ്കർ ഉള്ളതുകൊണ്ട് ബങ്കറിൽ തുണിയില്ലാതെ കയറി എന്നൊക്കെ പറയുന്നില്ലേ. ഇതാ തുറന്ന് കാണ്. ഞാൻ കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇവിടെ നിന്ന് എവിടെ ഓടി ബങ്കറിൽ കയറാടോ? ഓക്കെ, ഇവിടെ അലാറം അടിക്കും, പക്ഷെ ഇവിടെ ഒന്നും ഇടത്തില്ല കീഴെ. മനസ്സിലായോ? അത്ര ഉറപ്പുണ്ട്. ഞാൻ ഇസ്രായേൽ പണിക്ക് വന്നതാ. ഞാൻ കിടക്കുന്ന ഈ സ്ഥലത്താ. ഇസ്രായേൽ എനിക്ക് വിശ്വാസമുണ്ട്. ഐ ലവ് യു ഇസ്രായേൽ. ഓക്കെ, ഇനിയിപ്പം പറയും ഇത് ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഞാൻ സൗദിയിൽ കിടന്നിട്ടുണ്ട്, അതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ഓക്കെ, കുവൈറ്റിൽ കിടന്നിട്ടുണ്ട്. കുവൈറ്റിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കിടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇസ്രായേലാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇതാ ഈ ഇവിടെ ഇരിക്കുന്ന കണ്ടോ ഭാഷ ഉണ്ടല്ലോ അല്ലേ, ഗീബ്രു എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബെഡ് ഗീബ്രു. ഇത് ഇവിടുത്തെ ബോർഡുകൾ, ഈ ഫോൺ നമ്പർ കണ്ടല്ലോ. ഞാൻ കിടക്കുന്ന ഒരു കുഞ്ഞു മൂലയില. ഓക്കെ, ഇവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കും. നമ്മൾ കിടക്കുന്ന റൂം കുലുങ്ങും. പക്ഷേ സുരക്ഷിതമാണോടോ? കീഴെ വിടാൻ അവൻ സമ്മതിക്കത്തില്ല. ഓക്കെ.